ഇയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിലെടുത്ത ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പുണ്ടായിരുന്ന ക്ലാസ്സിലെടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞു തരൂ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ദി ഈക്വേഷൻ. എന്താണ് നമ്മുടെ ഈക്വേഷൻ? എന്താ ഇവിടെ തന്നിട്ടുള്ള 2^2x+3 = 65 × 2^x-2 + 122 എന്നുള്ളതാണ് നമ്മുടെ ഈക്വേഷൻ. ഓക്കെ, ഈ ഈക്വേഷൻ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സോൾവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഇവിടുത്തെ ഈ ഒരു എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനൊരു നോർമൽ ഈക്വേഷൻ്റെ മെത്തഡിലേക്ക് മാറ്റാം. ഓക്കെ, സോ ഫസ്റ്റ് നോർമൽ ഈക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരു നോർമൽ ഈക്വേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഈ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലോസ് ഓഫ് എക്സ്പോണൻസിൽ നമ്മൾ 9th പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു 2^2x+3 എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ 2x+3 എന്ന് പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഇവിടെ ഇത് രണ്ടും 2^3 × 2^2x എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അത് 2^2x+3 ആയത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചേർത്ത് തന്നിട്ടുണ്ടായിരുന്നതിന് നമ്മൾ പിരിച്ച് തനിച്ചാക്കി എഴുതി. ഓക്കെ, എഗെയിൻ ഇവിടെയുള്ള 65നെ ഈ രണ്ടിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇവിടെ 2x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ 65 × 2^x അതേപോലെ ചെയ്തു. ആൻഡ് 65 × 2 is 130, മൈനസ് സൈൻ ഇട്ട് കൊടുത്തു, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, സോ -130 പ്ലസ് 122 നേരത്തെ പോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി ഇവിടെ ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ നമുക്ക് 2^³ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, 8 ആണ് വാല്യൂ അല്ലേ. 2 × 2 × 2 എന്നിട്ട് കഴിഞ്ഞാൽ 2 2s are 4, 4 2s are 8. സോ 8 ആണ് 2³ വാല്യൂ. ആ 8 നമ്മളിവിടെ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് 2^2x². ഈ എക്സ് കൊണ്ട് സ്ക്വയറും ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2x ഓൾറെഡി ഉണ്ട് അല്ലേ. സോ ഇപ്പോൾ ഇതേ ടൈപ്പിലേക്ക് തന്നെ നമുക്ക് ഇതിനെയും കൂടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ സിമ്പിളാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയുള്ള വീണ്ടും നമ്മളൊരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. അതെന്താണ്, നമുക്ക് a⁻m × n അല്ലെങ്കിൽ n × m എങ്ങനെയാണെങ്കിലും ഓക്കെ. സോ ഇത് രാവിലെ രണ്ടെണ്ണം മൾട്ടിപ്ലിക്കേഷനിൽ വന്നാൽ ഇവിടുത്തെ എന്താണ് ഐഡൻറ്റിറ്റി എന്താണ് പറയുന്നത്, ഒരു ബേസും മൾട്ടിപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്നിനെ ബ്രാക്കറ്റിൻ്റെ അകത്തായിട്ടും ഒന്നിനെ അതിൻ്റെ പുറത്തായിട്ടും എഴുതാം. സോ ആ ഒരു ടൈപ്പിലാണ് നമ്മളിതിനെ മാറ്റിയത്. ഓക്കെ, ഇവിടെ എക്സ് ഉണ്ടായിരുന്നത് 2^x, ഇവിടെ ഉണ്ടായിരുന്ന സ്ക്വയറിനെ ഇവിടെ എന്നിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. സോ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ബാക്കി ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഇവിടെ = സൈനിൻ്റെ ഇങ്ങോട്ട് എന്ത് ചെയ്തു, ട്രാൻസ്പോസ് ചെയ്തു. സോ -65 ആയി. ഇവിടെ 130 + 120 is -8 ആണ് കിട്ടുക. അതിന് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് +8 ആയിട്ട് കിട്ടി. ഓക്കെ, സോ ഇപ്പോൾ ഇതുവരെ ക്ലിയർ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ബാക്ക് പോയിട്ട് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ബാക്കി കാണാം കേട്ടോ. സോ ഇനി എന്താണ്, ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ax² + bx + c ആ ഒരു മെത്തേഡിലേക്ക് ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ 2x എന്നുള്ളൊരു ടേമിനെ മാറ്റിയിട്ട് അതിന് പകരം അവിടെ നമുക്ക് സിമ്പിളായിട്ടൊരു സിമ്പിൾ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആക്കി മാറ്റാൻ നമ്മളവിടെ y എന്ന് കൊടുക്കും. ഓക്കെ, സോ ഇപ്പോൾ ഈ 2x എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്തെടുക്കും, y എന്നെടുക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ, 8 × 2^x² എന്നുള്ള സ്ഥലത്ത് ഈ 2^xൻ്റെ സ്ഥലത്ത് നമ്മളിവിടെ ഉള്ള ഇതാ y കൊടുത്തു, സ്ക്വയർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ആൻഡ് -65 അതേപോലെ കൊടുത്തു, 2^xൻ്റെ y ഇതാ ഇവിടെ തന്നെ ഉണ്ട്, +8 = 0. ഇത് സെറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, p = -64, q = -1. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാമല്ലോ, മക്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നല്ലേ. ഇവിടെ നമുക്ക് 3 ടേംസ് ax² + bx + c എന്നുള്ള ഒരു ഫോമിൽ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഈക്വേഷനെ ഫാക്ടറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ഫാക്ടറൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, സെൻറ്റർ ടേമിന് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. സോ സെൻറ്റർ ടേമിന് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ 2 ടേംസ് 2 നമ്പേഴ്സാണ് വരേണ്ടത്. ഈ 2 നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നമുക്ക് ഈ 2 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 8ഉം ഇവിടെയുള്ള 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 64ഉം ഈ 2 നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള -65 ആണ് കിട്ടേണ്ടത്. ഓക്കെ, സോ ആ 2 നമ്പേഴ്സ് ഏതാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇട്ട് നോക്കി. ഇത് സിമ്പിൾ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, സോ ഒരു നമ്പർ -64ഉം ഒരു നമ്പർ -1ഉം ആണ്. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് +64 ആകും. ആഡ് ചെയ്യുമ്പോൾ രണ്ടിനും സെയിം മൈനസ് സൈൻ ആയപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇവിടെ എടുത്തിട്ട് -64. സോ ഇവിടെ കറക്റ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ പിയും ക്യൂവും എടുത്തു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്,
നെക്സ്റ്റ് ഇവിടെ ഇതാ മാം ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് പി എന്താണ് -64 കിട്ടി, ക്യൂ -1 കിട്ടി. സോ അത് രണ്ടും ഒന്നുകൂടെ ഇവിടെ എഴുതുകയാണ്. ഓക്കെ, സോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതിയതിന് ശേഷം ഇതിൽ നിന്ന് രണ്ടെണ്ണം കോമൺ ആയിട്ടുള്ള 8 ഉണ്ട് ഇവിടെ, y ഉണ്ട്. സോ അത് പുറത്തെടുക്കാം. ഇവിടെ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 തന്നെയാണ് അല്ലേ, 8ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 8y എടുത്തു. സോ സെയിം ഇവിടെയും അതേപോലെ 8 -y എടുത്തു. സോ ഇവിടെ നിന്ന് -1നെ പുറത്തെടുത്ത് ഇപ്പോൾ ഇതൊരു ഫാക്ടറും 8y -1 എന്നുള്ളത് വേറൊരു ഫാക്ടറുമായിട്ട് കിട്ടി. ഇനി നമ്മൾ 8 - y = 0. സോ y = 8 എന്ന് കിട്ടി. ഇതേപോലെ ഇവിടെ ചെയ്യുകയാണെങ്കിലോ 8y -1 = 0 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള -1നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +1 ആകും. ഇവിടെയുള്ള 8നെ ഇങ്ങോട്ട് വരുമ്പോൾ /8. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ ഇവിടെ ഡിവിഷനിൽ. ഓക്കെ, സോ ഇപ്പോൾ ഈ ടൈപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ നമുക്ക് വൈന് 2 ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാം ജസ്റ്റ് എന്താണ് 2x ആണോ 2 × x ആണോ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി അവിടെ ഒഴിവാക്കിയതാണ് കേട്ടോ. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ y = 2x. ഓക്കെ, സോ 2x എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ വൈൻ്റെ വാല്യൂസ് നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് കിട്ടിയത്, 8ഉം 1/8ഉം അല്ലേ. അതേ സംഭവം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഇവിടെ 2x എന്നുള്ള സ്ഥലത്ത് നമ്മൾ 2³ ആൻഡ് 1 2³ ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാമല്ലോ. 8നെ നമുക്ക് 2³ എന്ന് എഴുതാം. നമ്മൾ നേരത്തെ 2³ തന്നപ്പോൾ 8 ആക്കി, ഇപ്പം നേരെ തിരിച്ച് 8 തരുന്നത് 2³ ആക്കി. ഓക്കെ, ഇവിടെ വൈൻ്റെ വാല്യൂ തന്നെയാണ് 8 എന്നുള്ളത് 2xൻ്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് 2³ എന്ന് എഴുതി. ആൻഡ് നെക്സ്റ്റ് 1/2³ ഇവിടെ വീണ്ടും 8 ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മാറ്റിയിട്ട് 2³ ആക്കി. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. 1 / a⁻m a⁻− m എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. അതിലേക്ക് മാറ്റിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ 1 / എന്നുള്ളതിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും, ഈ പവർ -3 ആയിട്ട് മാറും. ഓക്കെ, സെറ്റ്. സോ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, എന്താ ഇവിടെ 2 നമ്പേഴ്സ് ഈ 3ഉം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 2 2 2 എന്നുള്ള ടേംസ് ഇവിടെ 3 സ്ഥലത്തും തന്നെയാണ്, സെയിം ആണ്. സോ ഇപ്പോൾ ഇവിടെ എക്സിനെ മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 ഫുള്ള് ക്യാൻസൽ ചെയ്തിട്ട് x = 3 ആൻഡ് -3 ആയിട്ട് എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സം കേട്ടോ. സോ ഇനി എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം.